പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചു? ഈ പേരോടനെ തന്നെ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. അയാൾ പറയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിനാണ് ഞങ്ങൾ ഫത്ഹുൽ മുഈൻ വായിച്ചു കൊടുക്കുന്നത്. എന്താ ഫത്ഹുൽ മുഈനിലുള്ള മസ്അല? അതൊന്ന് പേരോട് പറയട്ടെ, എന്ന് നമ്മളതൊന്ന് പഠിപ്പിക്കാൻ പോലെ വരട്ടെ. മാസം ഉറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഫത്ഹുൽ മുഈനിൽ ഇങ്ങനെ കാണാം, വനബ്ബഹ സുബ്കിയു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഉണർത്തി, വതബിഅഹു ഗൈറുഹു, ഇമാം സുബ്കി അല്ലാത്തവർ അതിനെ പിന്തുടരുകയും ചെയ്തു. അലാ അന്നഹു യൽസമു മിനർ റുഹിയത്തി ഫിൽ ബലദി ശർഖി, കിഴക്കൻ നാട്ടിൽ മാസം കണ്ടാൽ അതിനാൽ ഉണ്ടാകും റുഹിയത്തുഹു ഫിൽ ബലദിൽ ഗർബി, പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ്. മിൻ ഗൈരി അക്സിൻ, അതേ സമയത്ത് അതിന്റെ നേരെ വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതില്ലൈലു യദ്ഖുലു ഫിൽ ബിലാദി ശർഖിയ്യതി, എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും? ഖബ്ലു, അതേ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ്. വഖളിയ്യതു കലാമിഹിം, ഇമാം സുബ്കി റളിയല്ലാഹുവിനോട് പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതിന്റെ തേട്ടം, അന്നഹു മതാറുയ ഫീ ശർഖിയ്യൻ, കിഴക്കൻ നാട്ടിൽ എവിടെയെങ്കിലും മാസം കണ്ടാൽ ലസിമ കുല്ല ഗർബിയൻ, എല്ലാ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും, അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും. ബിന്നിസ്ബതി ഇലൈഹിൽ അമലു, പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും. ഇങ്ങനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അതിനുശേഷം അതിന് വിരുദ്ധമായി ഫത്ഹുൽ മുഈനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് ഇത്റാദ് പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം. മനസ്സിലായോ? എടുത്തുകൊണ്ടുവന്ന അപ്പോ ഒരുപാട് കാലമായിട്ട് മാസം ഉറപ്പിക്കാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ. അന്നൊന്നും കിട്ടാത്ത ഒരു പുതിയ കലാമ് ഇവർക്ക് കിട്ടിയിരിക്കുന്നു എന്നാ പറഞ്ഞ്. എന്താ പറഞ്ഞ്? മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞപ്പോ സുബ്കി ഇമാമിന്റെ ഒരു കൗല് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. എന്താ സുബ്കി ഇമാമിൻ്റെതായി അദ്ദേഹം ഉദ്ധരിച്ചത്? കിഴക്കൻ നാടുകളിൽ കണ്ടാൽ പടിഞ്ഞാറുള്ളവർക്ക് നിർബന്ധമാകും എന്ന ഒരു കലാം സുബ്കി ഇമാമിൻ്റെതായി ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞങ്ങൾ മാസമുറപ്പിച്ചത് എന്ന് പേരോട് സഖാഫി വ്യക്തമാക്കുകയാണ്. അതേതായാലും വ്യക്തമാക്കിയത് നന്നായി. അതിന് രണ്ട് കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഒന്ന്, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി കേരളത്തിലെവിടെയും മാസം കണ്ടിട്ടില്ല, ഉറപ്പായല്ലോ. മറ്റൊന്ന്, മാസം കണ്ടത് ഉദയങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ്. കാരണം ഉദയങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളെക്കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്? ഇമാം സുബ്കി സംസാരിക്കുന്നത്. ഉഷാറായിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ഇത് നേർക്ക് നേരെ പറഞ്ഞാൽ കണക്ക് നോക്കി ഉറപ്പിക്കണം എന്നതിലേക്കുള്ള ചവിട്ടുപടിയാണ്. കാരണം സുബ്കി ഇമാമിൻ്റെ അടുത്തൊരു കാലോടുണ്ട്. എന്താണെന്നറിയോ, മാസം കണ്ടു എന്നൊരാൾ സാക്ഷി നിന്നാൽ അവിടെ നോക്കണം, കാണൂല എന്ന് കണക്ക് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാക്ഷി പറഞ്ഞവന്റെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല എന്നൊരു കൗല് വഹാബി ഉദ്ധരിക്കാറുണ്ട്. ആ കൗലിലേക്ക് പോകാനുള്ള ഈ വഹാബിയുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ആശയം. ഞങ്ങൾ അനുവദിക്കൂല. സുബ്കി ഇമാം പറഞ്ഞതെന്താണെന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾക്ക് സുബ്കി ഇമാം എന്നല്ല, ലോകത്തെ ഒരു ഇമാമിൻ്റെയും പിന്തുണ ഇതിൽ ഇല്ല. എന്താ സുബ്കി ഇമാം പറഞ്ഞത്? സുബ്കി ഇമാമിൻ്റെ കൗല് ഏതെല്ലാം കിതാബുകളിൽ ഉദ്ധരിച്ചു, എന്താണ് അതിൻ്റെ തൗജീഹ്, എന്താണ് തുഹ്ഫയിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്?
ഫിഖ് കൗൺസിലിലുണ്ടല്ലോ നിങ്ങൾക്ക്, വെല്ലുവിളിക്കുക ഞാൻ. സുബ്കി ഇമാമിൻ്റെ കലാമ് വെച്ച് ഞങ്ങളോടൊരു വാദപ്രതിവാദം നടത്താൻ മുഷാവറയെ തന്നെ ഞങ്ങൾ വിളിക്കുകയാണ്. ഇന്നോളം കാണാത്ത ഒരു കൗലെടുത്തു കൊണ്ടുവന്ന് സമുദായത്തെ ഭിന്നിപ്പിക്കുകയോ, ഞാനൊരു കൗലുണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ല. ഈ ഉമ്മത്തിൻ്റെ ഏകോപനവും ഐക്യവുമല്ലേ ഇവർ നോക്കേണ്ടത്, അത് വേറൊരു കാര്യം. അതവിടെ ഇരിക്കട്ടെ. സുബ്കി ഇമാം എന്താ പറഞ്ഞത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വനബ്ബഹ സുബ്കിയു വതബിഅഹു ഗൈറുഹു അലാ അന്നഹു യൽസമു മിനർ റുഅയതി ഫിൽ ബലദിൽ ഗർബി മിൻ ഗൈരി അക്സിൻ ഇദിൽ ലൈൽ യദ്ഖുലു ഫിൽ ബിലാദി ശർഖിയ ഖബ്ലു. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? തുഹ്ഫയും അതേ വാക്കെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തായാലും പറഞ്ഞ് സുബ്കി ഇമാമിന്റെ വാക്ക് തുഹ്ഫ ഉദ്ധരിക്കുന്നു. വനബ്ബഹ സുബ്കിയു വതബിഅഹുൽ അസ്നവിയു വഗൈറുഹു അലാ അന്നഹു യൽസമു മിനർ റുഅയതി ഫിൽ ബലദി ശർഖി റുഅയതുഹു ഫിൽ ബിലാദിൽ ഗർബി മിൻ ഗൈരി അക്സിൻ. അതായത് 3 കാര്യം അവിടെ മനസ്സിലാക്കുക. ഒന്ന്, ആദ്യം പറഞ്ഞു വെച്ചൊരു പോയിന്റ് ഉണ്ട്. അതേതാ? ഉദയങ്ങൾ ഒന്നായ നാട്ടിൽ ഒരു നാട്ടിൽ മാസം കണ്ടാൽ തന്നെ എന്ത് വേണം? അടുത്ത മാസത്തിൽ അടുത്ത നാട്ടിലും നോമ്പും പെരുന്നാളുമാകും കാലി ഉറപ്പിച്ചാൽ. 2, ഉദയം വ്യത്യസ്തമായ സ്ഥലങ്ങളാണെങ്കിൽ ഒരു നാട്ടിൽ കണ്ട നിയമം അടുത്ത നാട്ടിലേക്ക് പോകൂല. 2, ഇനി മൂന്നാമതായി അവിടെ ഒരു സംസാരം. അതെന്താണെന്നറിയോ? കിഴക്കൻ നാടുകളിൽ കണ്ടാൽ, വലുണ്ടാക്കി കൊണ്ടുവരുന്ന കണ്ട മുട്ടായി ഉണ്ടാക്കുന്ന പരിപാടികൾ ചിന്തിക്കണം. കിഴക്കൻ നാടുകളിൽ കണ്ടാൽ പടിഞ്ഞാറുള്ളവർക്ക് എന്തായാലും കാണണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കിഴക്കൻ നാടുകളിൽ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പടിഞ്ഞാറുള്ളവർക്ക് നോമ്പും പെരുന്നാളും തുടങ്ങാം. അതിന് വേറെ കാണേണ്ടതില്ല എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. മനസ്സിലായില്ല? പടിഞ്ഞാറുള്ളവരാണല്ലോ അത് ആദ്യം കാണുക. അപ്പോൾ ആരും കണ്ടില്ല. പക്ഷെ കിഴക്കുള്ളവരിത് കണ്ട്. കിഴക്കുള്ളവർ കണ്ടാൽ കിഴക്ക് പ്രദേശത്തുള്ളവർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പടിഞ്ഞാറുള്ളവർക്ക് കാണണമല്ലോ. അപ്പോൾ ഇയാളിങ്ങനെ പറയാ, കായൽപട്ടണമെന്നത് നമ്മുടെ കിഴക്കൻ പ്രദേശമാണ്. ഇയാളെ നെത്തീജ ഉണ്ടാക്കാണ്, സുഹറിയും കുബറിയും കൂടി ഉണ്ടാക്കിയിട്ട് അകമ പൊളിച്ച് കയ്യിൽ കൊടുക്കാനുള്ളതാണ്. ഏതാ കിഴക്ക് തെക്ക് വടക്ക് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാണ്ട്. അതവിടെ ഇരിക്കട്ടെ. എങ്ങനെങ്കിലും സമുദായത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കണമല്ലോ. അതിനപ്പോൾ അതെല്ലാം ഉണ്ടാക്കി ഉരുട്ടുണ്ടാക്കി കൊണ്ടുവരുന്നത്. കായൽപട്ടണമെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് നാടാണ്. അവിടെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് പ്രദേശത്തുള്ള നമുക്ക് എന്തായാലും നോമ്പ് നിർബന്ധമാണ്. റമദാനാവുമ്പോൾ അല്ലെങ്കിൽ നോമ്പ് നോൽക്കാം. എന്തൊരു സുഗന്ധ മസല. ശരിയാണല്ലോ എന്നാ മൊയ്ലിയന്മാരൊക്കെ സപ്പോർട്ടാ. കിഴക്കൻ പ്രദേശങ്ങളിൽ കണ്ടാൽ എന്തായാലും പടിഞ്ഞാറുള്ളവർക്ക് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാം സുബ്കി. ഫതുഹുൽ മുഈനിൽ ഒന്നുകൂടി പറഞ്ഞു, വഖദിയത്തു കലാമിഹിം, ഇമാം സുബ്കി അടക്കമുള്ളവർ പറഞ്ഞതിൻ്റെ താല്പര്യം അന്നഹു മതാ റുഅയ ഫീ ശർഖിയിൻ, അതിൽ നിന്ന് കിട്ടുന്ന ആശയം കിഴക്ക് നാടുകളിൽ മാസപ്പിറവി ദർശിച്ചാൽ ലസിമ കുല്ല ഗർബിയിൻ ബിന്നിസ്ബത്തി ഇലൈഹി, അവരിലേക്ക് ചേർത്തി നോക്കിയിട്ട് പടിഞ്ഞാറിലുള്ളവർക്ക് നിർബന്ധമാണ് അൽ അമലു ബിതിൽക റുഅയ, ആ കാഴ്ച അനുസരിച്ച് അമൽ ചെയ്യണം എന്നതാണ് അതിൻ്റെ തേട്ടം എന്ന് ഫതുഹുൽ മുഈനിലും ഉണ്ട്. കഴിഞ്ഞല്ലോ. സമൂഹത്തെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള എല്ലാ മാനദണ്ഡവുമായി. എന്താ ഇമാം സുബ്കി പറഞ്ഞത്? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ തൗജീഹ്? എന്താണ് അവിടുത്തെ വിഷയം? തുഹ്ഫ നോക്കാതെ, എല്ലാ കിതാബും നോക്കാതെ കിട്ടിയതെടുത്ത് അമൽ ചെയ്ത് മണ്ടിയാൻ പറ്റൂല. വായിക്ക് തുഹ്ഫ. എന്താണ് ആ സുബ്കി ഇമാമിൻ്റെ കലാമിൻ്റെ താല്പര്യമെന്ന് ഇമാം സുബ്കിയുടെ ഖൗൽ ഉദ്ധരിച്ചതിന് ശേഷം തുഹ്ഫ പറയുന്നുണ്ട്. എന്താ തുഹ്ഫ പറഞ്ഞ്? ഇത് വഹാബിൻ്റെ സ്വഭാവം. ഇപ്പം ഞാൻ നാൾ പറഞ്ഞില്ലേ, സ്വപ്നം ചർച്ച ചെയ്യുമ്പോൾ മരിച്ചവരുടെ പേരിൽ യാസീൻ ഓതിയാൽ കിട്ടുകയില്ല എന്ന് ശറഹ് മുസ്ലിമിലുണ്ട്. നബി ഇമാമിൻ്റെ കിതാബാ. വഹാബിയത എടുത്തോടി നമ്മൾ പറഞ്ഞ് നിൽക്ക് ഓടാനായില്ല.
മരിച്ചവരുടെ പേരിൽ യാസീൻ ഓതിയാൽ കിട്ടൂല എന്ന് പറഞ്ഞത് എപ്പോഴാണ്? മരിച്ചവർക്ക് ഓതിയതിന് ഹദിയ ചെയ്തിട്ടില്ല എങ്കിൽ. മരിച്ചതിന് ശേഷം മൂപ്പരകാലം കഴിഞ്ഞല്ലോ, ഇനി ഒരു മൂപ്പർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹദിയ ചെയ്യണം. ഞാൻ ഈ ഓതിയ സൂറത്തിന് അദ്ദേഹത്തിന് ഹദിയ ചെയ്യുന്നു, അല്ലെങ്കിൽ മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് ഓതണം. ഇത് രണ്ടുമില്ലെങ്കിൽ കിട്ടുകയില്ല എന്നാണ് ഇമാം നബവി അപ്പറഞ്ഞതിൻ്റെ മഅന എന്ന് ഇമാം ഇബ്നു ഹജർ തുഹ്ഫയിൽ പറയുന്നുണ്ട്. അവ തുഹ്ഫ നോക്കിയിട്ട് വേണം ശറഹ് മുസ്ലിം വ്യാഖ്യാനിക്കാൻ. ഇതുപോലെ കുറുക്കന് ആമനെ കിട്ടിയ പോലെ ഞങ്ങൾക്ക് ഫതുഹുൽ മുഈൻ കിട്ടി എന്ന് പറഞ്ഞ് ഓടാൻ ഒരു AP സമസ്തക്കാരനെയും ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി ആ വാക്കുദ്ധരിച്ചതിൻ്റെ ശേഷം വഖദിയതുഹു, ഞാൻ ഫതുഹുൽ മുഈനിൽ നിന്ന് വായിച്ച ആ കാര്യങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തുഹ്ഫയിൽ പറയുകയാണ്, വഫീഹി, AP സമസ്തന്റെ കഴുത്തിൽ ഇബ്നു ഹജർ തങ്ങൾ വെച്ച കോടാലിയാണ്. വഫീഹി, ആ വാക്കിലുണ്ട്. ഏത് വാക്കിൽ? ഇമാം സുബ്കി പറഞ്ഞ വാക്കിലുണ്ട്. മുനാഫാത്തുൻ, എതിരാകലുണ്ട്. ലിളാഹിരി കലാമിഹിം, ഫുഖഹാ പറഞ്ഞ അവരുടെ സംസാരത്തിനോട് എതിരുണ്ട് ആ കലാമിൽ. ആരാ പറയുന്നത്? ഇമാം ഇബ്നു ഹജറാണ്. എന്തുകൊണ്ട്? ഫുഖഹാ ഫതുഹുൽ മുഈൻ അടക്കം എല്ലാ കിതാബിലും ആദ്യത്തെ ടെക്സ്റ്റ് മത്തിന് തന്നെ എന്താ മത്തിന്? നോമ്പായാലും പെരുന്നാളായാലും ആകുന്നതിൻ്റെ മാനദണ്ഡം കാണലാണ്, ഉണ്ടാവൽ അല്ല. എങ്ങനെ? മാസം അല്ലെങ്കിൽ ഹിലാല്, മാസപ്പിറവി, ബാലചന്ദ്രൻ, ആകാശത്തിൻ്റെ ചക്രവാളത്തിൽ ഉണ്ടാകലല്ല മാനദണ്ഡം. പിന്നെയോ കാണലാണ്. സൂമൂലി റുയതിഹി, മാസം കണ്ടാൽ നോൻപ് നോൽക്കണം. വഫ്തിറൂലി റുയതിഹി, മാസം കണ്ടാൽ പെരുന്നാളാക്കണം. ഫഇൻ ഗുമ്മ അലൈക്കും, മാസം അവിടെ വന്നു പക്ഷേ മേഘം കൊണ്ട് കണ്ടില്ല, എന്നാൽ ഫഅക്മിലുൽ ഇദ്ദത 30 യൗമ, 30 പൂർത്തിയാക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ സുബ്കി ഇമാം പറഞ്ഞതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം വെച്ചാൽ ഫുഖഹാ പറഞ്ഞതിനോട് എതിരാകും. കാരണം മാനദണ്ഡം കാണലാണ്, ഉണ്ടാവലല്ല. പറയാൻ അതുകൊണ്ട് തന്നെ ഇമാം സുബ്കി പറഞ്ഞതിൻ്റെ മഅന ഇങ്ങനെ വെച്ചോളണം. എന്താ വെക്കേണ്ടത്? വയുവജ്ജഹു കലാമുഹും, തുഹ്ഫ പറയുന്നത്. തുഹ്ഫ ഒരു വാക്ക് പറഞ്ഞാൽ ആ തൗജീഹ് ഫതുഹുൽ മുഈനിലേക്ക് ബാധകമാണ്, ആ തൗജീഹ് നിഹായയിൽ ബാധകമാണ്, ആ തൗജീഹ് മുഗ്നിയിൽ ബാധകമാണ്. എവിടെ ഈ കലാം ഉദ്ധരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തുഹ്ഫയുടെ തൗജീഹ് വരികയാണ്. എതിരായതിനെ ആ രൂപത്തിൽ മനസ്സിലാക്കണമെന്ന് ഇമാം ഇബ്നു ഹജർ. എന്താണ് മഹാനവറുകളുടെ വിശദീകരണം? കണ്ടോ? ബി അന്നൽ ലാസിമ ഇന്നമാ ഹുവൽ വുജൂദ് ലർറുയ. അതെ, കിഴക്കൻ നാടുകളിൽ കണ്ടു എന്നതിൽ വരുന്നത് ഈ പടിഞ്ഞാറൻ നാടുകളിലും ആ ചന്ദ്രൻ ഉണ്ട് എന്നതാണ് ഇമാം സുബ്കി പറഞ്ഞത്. ഉണ്ട് എന്നതുകൊണ്ട് നോമ്പ് നോൽക്കാൻ പറ്റില്ല. ഉണ്ട്, പക്ഷേ മേഘം മറയിട്ടാലോ, മേഘം കൊണ്ട് കാണാതെയായാലോ ഒരു കാര്യമില്ല, 30 പൂർത്തിയാക്കിക്കൊള്ളണം. അപ്പൊ സുബ്കി പറഞ്ഞതിന്റെ അർത്ഥം കിഴക്കൻ നാടുകളിൽ കാണുമ്പോൾ ചന്ദ്രൻ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം, പക്ഷേ ഉള്ളതുകൊണ്ട് നോമ്പും പെരുന്നാളും പറ്റില്ല, അതിന് കാണണം. അതാ തുഹ്ഫ ബി അന്നൽ ലാസിമ ഇന്നമാ ഹുവൽ വുജൂദു ലർറുയ. ഇവിടെ കിഴക്കൻ നാടുകളിൽ കണ്ടതുകൊണ്ട് ഇവിടെ നിർബന്ധമാകുന്നത് ചന്ദ്രൻ ഉണ്ട് എന്നതാണ്, അതിനെ കാണലല്ല. ഇത് ഖദ് യംനഉ മിൻഹാ മാനിഉൻ, അവിടെ ഉണ്ട് എന്നതുകൊണ്ട് കാണണമെന്നില്ല. മേഘം വന്നാൽ എങ്ങനെ കാണൂ? മേഘം വന്നു, കിഴക്കൻ നാട്ടുകാർക്ക് മേഘമുണ്ടായില്ല, അവർ കണ്ടു. പടിഞ്ഞാറിലുള്ളവർക്ക് മേഘം വന്ന് കാണാതെയായി. ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതവിടെ കാണാമല്ലോ. വൽ മദാറു അലൈഹ,
കാണണമെന്നതാണ് മാനദണ്ഡം. ലാ അലൽ വുജൂദ്, ഉണ്ട് എന്നത് ഇവിടെ പരിഗണനീയമല്ല എന്ന് തുഹ്ഫയിൽ ഇബ്നു ഹജർ പച്ചക്ക് പറഞ്ഞിട്ട് ആ ഇബാറത്ത് കൊണ്ട് ഫത്ഹുൽ മുഈനും മുഗ്നിയും നിഹായവും വ്യാഖ്യാനിക്കുന്നതിന് പകരം കണക്കിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ, കുറ്റ്യാടിക്കാരാ നിന്റെ അടവുണ്ടല്ലോ, ഫിഖ്ഹ് പഠിച്ച മശായിഖന്മാരെ മക്കളെ മുമ്പിൽ വിലപ്പോവുകയില്ല എന്ന് ഞങ്ങളിവിടെ ആവർത്തിക്കുകയാണ്. തുഹ്ഫ എന്താ പറഞ്ഞത് എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെയാണോ ഇതൊക്കെ നിങ്ങൾ ദർസ് നടത്തുന്നത്? എന്ത് ദർസങ്ങളൊക്കെ നടത്താൻ പോണ്? മാനദണ്ഡമെങ്കിലും പഠിക്കണ്ടേ? ഇവിടെ സുബ്കിയുടെ കൗലുണ്ട് എന്ന് പറഞ്ഞാൽ പോയോ? കണക്കാണ് അവിടെ വരുന്നത്. കാരണം എന്താ? നല്ല സുഖാണല്ലോ. വഹാബി എങ്ങനെ കണക്ക് കൂട്ടി ഒപ്പിക്കണ്? ഗോളശാസ്ത്ര നിയമപ്രകാരം ഇന്ന് ഇത്ര സമയം ഉദിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉദിച്ചിട്ടുണ്ടാവും. 10 മിനിറ്റ് ഉദിച്ചു നിൽക്കുമെന്നാണ് കണക്ക്. അപ്പൊ നിഗമനം ഉദിച്ചു എന്നാണ്. പിറ്റേന്ന് ചിലപ്പോൾ ഉയരത്തിൽ കാണും ചെയ്യാം. അപേപ്പിക്കാരെ കണ്ടോ നോക്കണില്ലേ? മാസം നോക്കണില്ലേ? ഏടുക്ക് നോക്കാൻ ഇന്നലെ കാണേണ്ടത്. പൂരം കഴിഞ്ഞ് വെടിപൊടിച്ചിട്ട് കാര്യമുണ്ടോ? പിറ്റേ ദിവസം വലിയ ബദറന്നെ 14 രാവന്നെ വന്ന് ഒരു കാര്യമില്ല. മാനദണ്ഡം സൂമൂ ലിറുയതിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പടിഞ്ഞാറിലുള്ളവരായാലും കിഴക്കുള്ളവരായാലും നിങ്ങൾ കണ്ടോ എന്നതാണ് മാനദണ്ഡം. നിങ്ങളുടെ ആകാശ ചക്രവാളത്തിൽ ചന്ദ്രൻ വന്നോ എന്നതല്ല, ഉദിച്ചോ എന്നതല്ല, കണ്ടോ എന്നതാണ് മാനദണ്ഡം. പടിഞ്ഞാറിലുള്ള ആളുകൾക്ക് മേഘം മൂടിയിട്ട് കാണാതെയായാൽ അവർക്ക് നോമ്പും പെരുന്നാളും വരില്ല. ഇത് സുബ്കി ഇമാമിന്റെ കൗലുദ്ധരിച്ചതിന്റെ ശേഷം ഇമാം ഇബ്നു ഹജർ തുഹ്ഫയിൽ പച്ചയായി പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ഇമാം സുബ്കിയുടെ ഖൗലിനെ ഇബ്നു ഹജർ തങ്ങൾ തൗജീഹ് ചെയ്താൽ ആ തൗജീഹ് തുഹ്ഫയിൽ ഒതുങ്ങി നിൽക്കില്ല. ആ തൗജീഹ് ഫത്ഹുൽ മുഈനിലേക്ക് വരും, ആ തൗജീഹ് നിഹായയിലേക്ക് വരും, ആ തൗജീഹ് മുഗ്നിയിലേക്ക് വരും. ഇത് റംലി ഇമാമും അതുപോലെ ഇബ്നു ഹജർ തങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമേ അല്ല. കാരണം എന്താ? അടിത്തറ എല്ലാവരും ഇവിടെ സ്ഥിരപ്പെടുത്തിയതാണ്. എന്താ അടിത്തറ? കാണലാണ് മാനദണ്ഡം. അത് മിൻഹാജിന്റെ മസ്ന, മിൻഹാജിന്റെ വ്യാഖ്യാനമാണ് തുഹ്ഫയും മുഗ്നിയും നിഹായയും എല്ലാം. അതുകൊണ്ട് തന്നെ മിൻഹാജിൽ പച്ചയായി പറഞ്ഞു എന്ത്? ഉദയാസ്തമയം വ്യത്യാസമുള്ള സ്ഥലമാണെങ്കിൽ എല്ലാ സ്ഥലത്തും കാണണം എന്നതാണ് ഫിഖ്ഹിന്റെ നിയമം. വളരെ കൃത്യമാണത്. അത് പറഞ്ഞ ഫുഖഹാ സുബ്കിയുടെ വാക്കുദ്ധരിക്കുമ്പോൾ ആ സുബ്കിയുടെ മഅന അതല്ലേ ഞങ്ങളുടെ നേതാവായ ഇമാം ഇബ്നു ഹജർ വയുവജ്ജഹു കലാമുഹും. യുവജ്ജഹു കലാമുഹു എന്ന് പറഞ്ഞാൽ അവരെ കലാം എവിടെ പറഞ്ഞാലും തൗജീഹ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ വലിയ പുതിയ ഉസൂലുണ്ടാക്കിക്ക. തുഹ്ഫയല്ലേ തൗജീഹ് പറഞ്ഞിട്ടുള്ളൂ, ഫത്ഹുൽ മുഈനിൽ തൗജീഹ് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. ഫത്ഹുൽ മുഈൻ ഒരു വാള്യുള്ള കിതാബാ. തുഹ്ഫ 10 വാള്യാണ്. തുഹ്ഫയിലുള്ള എല്ലാം കൂടി പറയേണ്ട സ്ഥല ഫത്ഹുൽ മുഈൻ. ഫത്ഹുൽ മുഈൻ അതിന്റെ ആമുഖത്തിൽ പറഞ്ഞു കാണണം, കണ്ടതുകൊണ്ടേ സ്ഥിരപ്പെടൂ. എന്നാൽ സുബ്കി ഇമാം എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? സുബ്കിയുടെ വാക്കിന്റെ തേട്ടം, അതിന്റെ താല്പര്യം വരുന്നത് കിഴക്കൻ ഭാഗത്തുള്ളവർക്ക് കണ്ടാൽ പടിഞ്ഞാറുള്ളവർക്ക് അമൽ ചെയ്യണമെന്നാണ്. പക്ഷേ ആ വാക്ക് അങ്ങനെ വെക്കാൻ പാടില്ലെന്ന് ഇബ്നു ഹജർ തങ്ങള്. അങ്ങനെ വെച്ചാൽ ഫുഖഹാ പറഞ്ഞതിനോട് എതിരാകും. മാനദണ്ഡം കാണലാണ്, ഉണ്ടാവലല്ല എന്ന് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുബ്കി ഇമാമിന്റെ കലാമിന് ഇന്ന വിശദീകരണം കൊടുക്കണം. എന്താ വിശദീകരണം? ആ പറഞ്ഞതിൻ്റെ താല്പര്യം കിഴക്ക് നാടുകളിൽ കണ്ടാൽ പടിഞ്ഞാറൻ നാട്ടിൽ ചന്ദ്രൻ ഉണ്ട് എന്ന് കിട്ടും. അതുകൊണ്ട് ഒരു കാര്യമില്ല, ഉണ്ടാകലല്ല മാനദണ്ഡം. മാനദണ്ഡം റുഅ്യത്താണ്, കാണലാണ്. സൂമൂ ലിറുഅ്യതിഹി. അതാ ഞാൻ പറഞ്ഞത്, ഇബ്നു ഹജർ തങ്ങൾ വെച്ച ആ കോടാലി കൊണ്ട് AP സമസ്ത എന്ന ആ സാധനത്തിന്റെ കഴുത്ത് അറുത്ത് കളഞ്ഞിരിക്കുന്നു. ഇനി ഫിഖ്ഹിൽ പോലും സംസാരിക്കാനുള്ള അധികാരം ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഫത്ഹുൽ മുഈൻ പഠിപ്പിക്കാൻ വരാ നമുക്ക്. എവിടെന്നാ വരുന്നത്? എന്നിട്ട് മൂപ്പർ അപ്പുറത്ത് പറയാ ഫത്ഹുൽ മുഈൻ മാത്രമല്ല, അത് ഇമാം നിഹായത്തിൽ റംലി ഇമാമും അതുപോലെ മുഗ്നിയിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അതും കൂടി പറഞ്ഞോട്ടെ. വെക്ക്.
അതിന് വിരുദ്ധമായി ഫത്ഹുൽ മുഈനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ഇഅ്തിറാദ് പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം. അങ്ങനെ വരുമ്പോൾ ഫത്ഹുൽ മുഈൻ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് അങ്ങ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് ഫത്ഹുൽ മുഈൻ അനുസരിച്ചാണ്. സുഹൃത്തുക്കളെ, എന്നാൽ ചിലര് ചോദിക്കും അത് അംഗീകരിക്കാത്തവരോ? അവർക്കും വകുപ്പുണ്ട്. അതെ, എല്ലാവർക്കും ഉണ്ടാവും വകുപ്പ്. ഇമാമിങ്ങളെ അലിമിങ്ങളെ തമ്മിൽ ഖിലാഫ് ഉണ്ടാകുമ്പോ അങ്ങനെയല്ലേ. ഇതേ വിഷയം തുഹ്ഫയിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിലും പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ഇമാം ഖതീബ് സർവീനി തങ്ങൾ മുഗ്നിയിലും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളും അതുപോലെ ഇമാം റംലി തങ്ങളും അതുപോലെ ഖതീബ് സർവീനി മുഗ്നിയുടെ മുസന്നിഫും ഒക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അവരെല്ലാവരും ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് രചിച്ചവരാണ്. എല്ലാവരും രചിച്ചത് മിൻഹാജിന്റെ ശറഹ. നിഹായിലും മുഗ്നിയിലും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അഖറഹു, അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ് ശർവാലി തങ്ങൾ തുഹ്ഫയുടെ ഹാശിയിൽ പറഞ്ഞത് കാണാം. എന്ത് അംഗീകരിച്ചു? എന്തിനെയാണ് അംഗീകരിച്ചത്? സുബ്കി ഇമാം അപ്പറഞ്ഞതിനെ അംഗീകരിച്ചു. എപ്പറഞ്ഞതിനെ? കിഴക്കൻ നാടുകളിൽ കണ്ടാൽ പടിഞ്ഞാറൻ നാടുകളിലും അതുണ്ടാകും എന്ന് സുബ്കി ഇമാം പറഞ്ഞതിനെ ആരംഗീകരിച്ചു? മുഗ്നി അംഗീകരിച്ചു, നിഹായ അംഗീകരിച്ചു, നമ്മളും അംഗീകരിക്കാണ്. അതൊരു പൊതു തത്തല്ലേ. ഇപ്പൊ കടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ മാസം കാണുന്നുണ്ട്, നമുക്ക് കാണണമെന്നില്ല, നമ്മൾ പുറത്താണല്ലോ. നമ്മൾ തന്നെ കാണുന്നുണ്ടെങ്കിൽ ആർക്ക് കാണും? കടപ്പുറത്ത് നേരെ നിൽക്കുന്ന ആൾ കാണും, ഉറപ്പന്നല്ലേ. അപ്പൊ സുബ്കി ഇമാം പറഞ്ഞ് വലിയൊരു തത്താണ്. ഇവിടെ ചർച്ച ഉണ്ടാകലല്ല, ഇവിടെ നമ്മക്ക് കാണുന്നുണ്ട്, പക്ഷെ എരുത്തുള്ള ആൾക്ക് കാണുന്നില്ല. കാരണം എന്താ? ഓന് മേഘം മറയിട്ടതാ. കായൽ പട്ടണത്തേർക്ക് കാണുന്നുണ്ട്, കാരണം അന്ന് മഴയല്ല, അവിടെ മേഘം തെളിഞ്ഞു നിൽക്കാണ്. കേരളത്തിൽ മേഘം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കേരളക്കാർക്ക് കണ്ടില്ല. ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. ഉണ്ടായതല്ല മാനദണ്ഡം, റുഅ്യത്താണ് മാനദണ്ഡം, കാണലാണ് മാനദണ്ഡം. അപ്പൊ സുബ്കി ഇമാം പറഞ്ഞതിന്റെ മഅന ഉണ്ടാകുമെന്നാണ്, കാണും എന്നല്ല. ഓതിപ്പടിക്കണ കാലത്ത് അണ്ടി കൊടുക്കാൻ നടക്കരുത്, കൃത്യമായിട്ട് ഓതിപ്പടിക്കണം. എല്ലാ കിതാബും നന്നായി നോക്കിയിട്ട് പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നുള്ള അറിവ് വേണം. ഇൽമിൽ ബുഖ്ലുണ്ടായാൽ ഇത് തിരിയൂല. ഇൽമിൽ ബുഖ്ല് വന്നാൽ പിന്നെ എങ്ങനെ തിരിയും ഇത്? ഇതിപ്പോ അമേരിക്കയിൽ പോയി ചിന്തിക്കണം, എല്ലാവർക്കും അറിയില്ല. കാണലാണ് മാനദണ്ഡം, ഉണ്ട് എന്ന് ഇമാം സുബ്കി പറഞ്ഞത് നിഹായയും മുഗ്നിയും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിന് എന്താ? സുബ്കി ഇമാം പറഞ്ഞതിന്റെ മഅന ഇതാണ് എന്ന് ഇബ്നു ഹജർ പറഞ്ഞാൽ സുബ്കി ഇമാമിന്റെ അതേ വാക്ക് നിഹായയിലും മുഗ്നിയിലും കാണുമ്പോൾ ഇതേ തൗജീഹാണ്ട് വെച്ചു കൊടുക്കണ്ടേ? സുബ്കി ഇമാമിന്റെ വാക്ക് എവിടെ ഉദ്ധരിച്ചു? മുഗ്നിയിൽ പറഞ്ഞു, ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു, തുഹ്ഫയിൽ പറഞ്ഞു, നിഹായയിൽ പറഞ്ഞു. ഈ 4 കിതാബ് വേറെയുണ്ട്. ഈ 4 കിതാബിലും സുബ്കി ഇമാമിന്റെ വാക്ക് ഉദ്ധരിച്ചു. തുഹ്ഫ ഒന്നുകൂടി പറഞ്ഞു, എന്ത്? സുബ്കി പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഉണ്ട് എന്നാണ്, അല്ലാതെ കാണും എന്ന്, കണ്ടു എന്നതില്ലാതെ നോമ്പും പെരുന്നാളാവാൻ പറ്റൂല എന്ന് തുഹ്ഫ പറയാണ്. അപ്പൊ തുഹ്ഫ പറഞ്ഞ ഈ വിശദീകരണം മുഗ്നിയിലേക്ക് പോകും, നിഹായയിലേക്ക് പോകും, അത് തന്നെ ഫത്ഹുൽ മുഈനിലേക്ക് വരും. അതാണ് അതിൻ്റെ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഇയാളിത് തുഹ്ഫ വേറെ ആയിട്ട് വായിക്കുക. ഈ തുഹ്ഫയിൽ പറഞ്ഞത് ഇങ്ങോട്ട് വരും എന്നുള്ളത് സാധു ഓർക്കണില്ല. തുഹ്ഫയും വായിച്ചു പോയിന്. ഇപ്പം ഞാൻ വെറുതെ എടുത്തോണ്ടെന്ന് പറയണ്ട, അയാൾ തന്നെ തുഹ്ഫ വായിക്കട്ടെ. വായിക്കുക തുഹ്ഫ വായിക്കും. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു, ആ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത് ഫുഖഹാഇന്റെ കലാമിന്റെ ലാഹിറിന് വിരുദ്ധമാണെന്ന് വരും. അങ്ങനെ വഫീഹി മുനാഫാത്തുൽ ലിളാഹിരി കലാമിഹിം, ഫുഖഹാഇന്റെ കലാമിന്റെ ബാഹ്യവശത്തിന് എതിരാണ് എന്നത് അതിൽ ഉണ്ട്. വയുവജ്ജഹു കലാമുഹും, ആ ഫുഖഹാഇന്റെ കലാമിന് വേണമെങ്കിൽ ന്യായം പറയാം, ബിഅന്നൽ ലാസിമ ഇന്നമാ ഹുവൽ വുജൂദു ലിർറുഇയതു, അങ്ങനെ കിഴക്കൻ രാജ്യത്ത് കണ്ടതുകൊണ്ട് അതേ പടിഞ്ഞാറൻ രാജ്യത്ത് കാണുമെന്നല്ലോ, ഉണ്ടാകുമെന്നല്ലേ
അതുകൊണ്ട് ഇത് ചിലപ്പോൾ അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ. കാണുന്നതിന്റെ മേലല്ലേ നിദാനം, ഉണ്ടാകുന്നതിന്റെ മേലല്ലല്ലോ എന്ന് തുഹ്ഫയിൽ പറഞ്ഞു. കറക്റ്റാണ്. ആ തുഹ്ഫയിൽ പറഞ്ഞ വ്യാഖ്യാനം ഫതുഹുൽ മുഈനിലേക്ക് വരും. അല്ലാതെ തുഹ്ഫയിലുള്ള സുബ്കി ഇമാമിന്റെ ഖൗലിന് മാത്രം ആ വ്യാഖ്യാനം, അതേ കലാം ഫതുഹുൽ മുഈനിൽ പറഞ്ഞാൽ ആ വ്യാഖ്യാനം വെക്കരുത് എന്ന് ഏത് മുശാവറയിൽ ഇരുന്നിട്ടാണോ നിങ്ങളൊക്കെ കണക്ക് കൂട്ടണത്? ഒരു ഇമാമ് ഒരു ഖൗലിന്, ഒരു ഹദീസിന് ഒരു വ്യാഖ്യാനം, ഒരു തൗജീഹ് വെച്ച് കഴിഞ്ഞാൽ ആ ഹദീസ് എവിടെ വന്നാലും ആ തൗജീഹ് അങ്ങോട്ട് വരും. ഇത് ചില്ലറ ആളല്ല പറയുന്നത്, ശാഫിഈ മദ്ഹബിലെ കുലപതിയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? തുഹ്ഫയും നിഹായയും ഇവിടെ പരസ്പരം വൈരുദ്ധ്യമാണ്. നിഹായ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളെ അമല്, മുഗ്നി പറഞ്ഞതനുസരിച്ചാണ്, മറ്റുള്ളവർ തുഹ്ഫ പറഞ്ഞതനുസരിച്ചാണ്. കുഞ്ഞാപ്പുമാരെ, അങ്ങനെ നിങ്ങളെ പരസ്പരം ഇമാമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി കുളം കലക്കി മീൻ പിടിക്കാൻ ഈ സംഘമുള്ള കാലത്തോളം അനുവദിക്കുകയില്ല. ഇമാമീങ്ങളുടെ ഒരു കലാം ഉദ്ധരിച്ചു, അല്ലെങ്കിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചു, ആ ഹദീസിന് ഒരു ഇമാം ഒരു തൗജീഹ് പറഞ്ഞാൽ ആ ഹദീസ് എവിടെ ഉദ്ധരിച്ചാലും ആ തൗജീഹ് അങ്ങോട്ട് കടന്നു വരും. അതും തുഹ്ഫ പോലെയുള്ള ഏറ്റവും പ്രബലമായ ഒരു ഗ്രന്ഥത്തിൽ ഒരു തൗജീഹ്, ഒരു ന്യായീകരണം പറഞ്ഞാൽ ആ കലാം ഫതുഹുൽ മുഈനിലേക്ക് വരും, അത് നിഹായയിലേക്ക് വരും, അത് മുഗ്നിയിലേക്ക് വരും, അത് എവിടെയുണ്ടോ അവിടെ വരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് രണ്ടാക്കിയിട്ട് AP സമസ്തക്കാരൻ ഉറപ്പിച്ച മാസത്തിന് തലയുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഫിഖ്ഹിലും നിങ്ങളുടെ ഇൽമു ബുഖ്ലിൽ തന്നെയാണ് തകർന്നടിച്ചിട്ടുണ്ട് AP സമസ്ത എന്നതിൻ്റെ ഏറ്റവും പ്രൗഢമായ തെളിവാണ് ഈ മാസപ്പിറവി വിവാദം.